സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ പൊതുവെ ചെയ്തിട്ടും ഉണ്ടാവും. ഇതിന് 2-3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ 2-3 മെത്തേഡ്സ് ഞാൻ ഡിസ്കസ് ചെയ്യും ഇവിടെ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ ആ മെത്തേഡായിട്ട് തന്നെ പോവാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും. ഇത് വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് കളഞ്ഞു കിട്ടും. ബാക്കിയുള്ളത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആ ഇക്വേഷൻസ് അതേപടി ഒന്നുകൂടി ഇവിടെ എഴുതാം. 4y = 10 = 20 2x + 8y അല്ലേ, ഇങ്ങനെയുള്ളത്. ഇതിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ സെയിം ആയിട്ട് കിട്ടും. അപ്പം ഇതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരും ആ കേസിൽ. ഓക്കെ, അല്ല ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ മാറ്റാം, കാരണം നിങ്ങൾക്ക് ഇത് അതുകൊണ്ടല്ല, എന്ന് വെച്ചാൽ ഇതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരും. ഓക്കെ, കാരണം 2 ഇക്വേഷൻ സെയിം ആണ്. അപ്പോൾ എക്സിനും വൈക്കും എന്ത് വാല്യൂ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടൊരു കാര്യമില്ല. ഇതിന് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ലൈൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് 2 സെയിം ആണ് ശരിക്കും. ഇവിടെ നീ 2 കൊണ്ട് ഇപ്പുറത്തോട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? x + 4y = 10. ഈ 2 സെയിം ആണ്. അപ്പോൾ സെയിം ലൈൻസിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഏത് വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സ്ലൈറ്റ്ലി ഒന്ന് മാറ്റാം. ജസ്റ്റ് ഇതിനെ ഞാൻ 4x എന്നിടാം. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ കിട്ടും. 4xഉം ഇത് ഇങ്ങനെയായി. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാം എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട്. ഓക്കെ, അപ്പം x + 4y = 10, ഇത് 4x + 8y = 20. ഇങ്ങനെ ഉണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വേരിയബിളിനെ 2 ഇക്വേഷനിലും സെയിം ആക്കുക കോഎഫിഷ്യൻസ് ഒരു വേരിയബിളിൻ്റെ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് ഇക്വേഷൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4x ആവും, ഇത് 4x ആവും. താഴത്തെയും 4x ഉണ്ട് അതേപോലെ. അതിനൊന്നും ചെയ്യണ്ട. അപ്പോൾ അത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കളഞ്ഞു പോകും. അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, മേളിൽ കംപ്ലീറ്റ്ലി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും, മേളിൽ ഇവിടെ 8y കിട്ടും. മേളിൽ എന്ന് പറഞ്ഞാൽ 2x + 8y = 20 എന്ന് വരും. താഴെ ആകുമ്പോൾ അത് 8y ഓൾറെഡി ഉണ്ട്. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ 2 മെത്തേഡിൽ ഏതും ചെയ്യാം. ഞാൻ രണ്ടാമത്തെ മെത്തേഡ് പോകുന്നു, അത് കുറച്ച് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ 2 കൊണ്ട് ത്രൂ ഔട്ട് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 2x + ഈ ഫസ്റ്റ് ലൈനാണ് ഞാൻ എഴുതുന്നത്. 2x + 8y = 20 എന്ന് കിട്ടും. മൈനസ് താഴെ എന്താ ഉള്ളത്? 4x പ്ലസ് അത് അതേപോലെ എഴുതണം. അത് നമ്മളൊന്നും ഒരു ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് 2 സെയിം ആയതുകൊണ്ട് ഇത് 2 കട്ടായപ്പം 0 കിട്ടി. ഇത് 2 സെയിം ആയതുകൊണ്ട് ഇവിടെയും 0 കിട്ടി. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? -2x എന്ന് കിട്ടി അല്ലേ. അപ്പോൾ -2x = 0 എന്ന് പറയുമ്പോൾ x = 0. അപ്പോൾ x 0 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എളുപ്പമായല്ലോ. ഇനി ഈ 2 ഇക്വേഷനിൽ ഏതിലെങ്കിലും ഒന്നിന് നമ്മൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എന്തായിട്ട് എക്സ്, അപ്പോൾ 4 ടൈംസ് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലാണ് = +8y = 20 എന്ന് കിട്ടി. 4 × 0 0 ആണല്ലോ. അപ്പം 8y = 20 or y = എന്താണ് 20/8 എന്ന് പറയുന്ന എത്രയാണ്? 10/4 എന്ന് പറയുമ്പോൾ 5/2 എന്ന് പറയുമ്പോൾ 2.5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയ എന്താണ്? x = 0, y = 2.5 എന്ന് കിട്ടി. അതാണ് നമ്മുടെ വാല്യൂ. നമുക്ക് സൊല്യൂഷൻ ഇവിടെ എഴുതി വെക്കാം. ബാക്കി മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ സൊല്യൂഷനാണോ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ 0, 2.5 അത് ഒരു വെരിഫൈങ് മെത്തേഡ്, നമ്മൾ ചെയ്തതിൽ വല്ല തെറ്റുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയും. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നാണ് ഈ ഒരു മെത്തേഡിനെ പറയുന്നത്. അപ്പം ഇതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഇത് x + 4y = 10 ഇവിടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ എക്സിൻ്റെ രൂപത്തിൽ ആദ്യത്തെ ഇക്വേഷൻ എഴുതും. അപ്പോൾ എന്ത് കിട്ടി എനിക്ക്? x = 10 - 4y. അത് വൈയുടെ രൂപത്തിലും എഴുതാൻ കേട്ടോ. ഇത് ഞാൻ ഇവിടെ എക്സ് എളുപ്പത്തിൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ x = 10 - 4y എന്ന് കിട്ടി. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 4x + 8y = 20. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയോ. ഞാൻ ബോധപൂർവം ഈ ഇക്വേഷൻ, ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്.
അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് തന്നെ പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, അപ്പം ഞാനതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 4 ടൈംസ് 10 മൈനസ് 4y പ്ലസ് 8y ഈസ് ഈക്വൽ ടു 20. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ 4 ടൈംസ് 10 എന്ന് പറയുന്നത് 40 മൈനസ് 4 ടൈംസ് 4 എന്ന് പറഞ്ഞാൽ 16y പ്ലസ് 8y ഈസ് ഈക്വൽ ടു 20 അല്ലേ? എന്ന് പറയുമ്പോൾ മൈനസ് 16y പ്ലസ് 8y അപ്പുറത്തേക്ക് എടുക്കുക, 20 ഇപ്പുറത്തേക്ക് എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന സാധനം, കാരണം ഇവിടെ നെഗറ്റീവ് വാല്യൂ ഉള്ളൂ. ഇതിന് ഇപ്പുറം എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും. അപ്പോൾ 16y മൈനസ് 8y ഈസ് ഈക്വൽ ടു 20 ഇപ്പുറത്തേക്ക് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ അത് നെഗറ്റീവ് ആവും. അപ്പോൾ 40 മൈനസ് 20 എന്ന് വരും. ഇതെന്താണ്? 8y ഈസ് ഈക്വൽ ടു 20. നമുക്ക് നേരത്തെ ഇങ്ങനെ കിട്ടിയ ദിസ് വുഡ് ഇംപ്ലൈ y ഈസ് ഈക്വൽ ടു 2.5. ഇനി നമ്മൾ എക്സ് 0 ആണെന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. എക്സ് പ്ലസ് 4 ടൈംസ് y എന്ന് പറയുന്നത് 2.5 ഈസ് ഈക്വൽ ടു 10 അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് ഇതെന്തുമാണ്? 4 ഇൻറ്റു 2.5 എന്ന് പറയുന്നത് 10 തന്നെയാണ്, ഈക്വൽ ടു 10. അപ്പോൾ ഈ 10 കട്ടായി പോകും. അപ്പോൾ നമുക്ക് പിന്നെ എക്സ് ഈക്വൽ ടു 0 എന്ന് തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൊല്യൂഷൻ കിട്ടിയത് എക്സ് ഈക്വൽ ടു 0 y ഈക്വൽ ടു 2.5 തന്നെയാണ്. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡിലും ഇതേപോലെ തന്നെ സോൾവ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇത് എക്സോസ്റ്റീവ് ലിസ്റ്റൊന്നുമല്ല, വേറെയും കുറേ മെത്തേഡ്സ് ഉണ്ട് സോൾവ് ചെയ്യാൻ. ക്രാമേഴ്സ് റൂൾ ഉണ്ട്. ക്രാമേഴ്സ് റൂൾ നിങ്ങൾ ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. അത് പക്ഷേ ഞാൻ മെട്രിക്സിൽ പഠിപ്പിക്കാം, ഇതിൽ പഠിപ്പിക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ മെട്രിക്സ് മെത്തേഡ് ഉണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പല പല മെത്തേഡുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനെപ്പോഴും അത് നമ്മുടെ ഏതാണ് എളുപ്പം നോക്കിയിട്ട് ആ ടൈമിൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ ഞാൻ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ ആണെന്ന് ചെയ്താൽ മതി. മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഒരു കംഫർട്ടബിൾ ആണെന്ന് നോക്കുക. 2-3 ഇക്വേഷൻ വെറുതെ ഒന്ന് എഴുതി സോൾവ് ചെയ്യാൻ നോക്കിയാൽ മതി. വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. അപ്പം എനിക്ക് തോന്നുന്നു വീഡിയോ കുറച്ച് ലെങ്തി ആയി, പക്ഷേ ഇതോടുകൂടി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ടോപ്പിക്ക്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശരിയെന്നാൽ.